ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതിയോട് സച്ചി ചോദിക്കുവാണ്, ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞില്ലേ നീ എന്താ റെഡി ആവാത്തതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാനെന്താണ് റെഡി ആവുന്നത്, ഇത് പാർട്ട്നേഴ്സിനുള്ളതാണ്, കപ്പിൾസിനുള്ള ഇതാ, നമ്മൾ കപ്പിൾസ് അല്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ ഓർത്തേക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴും രേവതി ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, നിൻ്റെ ഭർത്താവാടി പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന 2 സാരിയിൽ എടുത്ത് ചോദിക്കുക, ഇതിലേതാ ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പം നീ എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഈ ഷോ എല്ലാം കാണിച്ചത് എന്ന് പറഞ്ഞാൽ സച്ചി ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റ് ശ്രീകാന്ത് എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ടേബിളൊക്കെ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ ശ്രീകാന്ത് വിളിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വരുവാണ്. സച്ചിയും രേവതിയും വരുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഞാനിവിടെ ആൾക്കാരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇന്നെന്തായാലും സച്ചിയുടെ വക ചിലവല്ലേ എന്ന് പറയുവാണ്. അപ്പോഴാണ് കേട്ടോ ശ്രുതിയും സച്ചിയും രേവതീനെയൊക്കെ കാണുന്നത്. അപ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം മുഖമൊക്കെ മാറുന്നുണ്ട്, രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങളെ ശ്രീകാന്ത് വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് അകത്ത് എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും ശ്രീകാന്ത് സൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. സൂപ്പും കൊണ്ട് വന്നിരുമ്പോഴത്തേക്കും സൂപ്പ് കാണുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സൂപ്പ് എന്താണെന്ന് പോലും അറിയാൻ മേലാത്തതിൻ്റെ മുമ്പിൽ അതുകൊണ്ട് വെക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് സൂപ്പ് കുടിക്കുന്നത്, എൻ്റെ വീട്ടിലൊക്കെ ആട്ടൻ സൂപ്പ് ജലദോഷമൊക്കെ വരുമ്പോൾ മേടിക്കാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അവിടെ ഇരുന്ന് പയ്യെ ശ്രുതിയോട് പറയാം, തള്ളുന്ന കണ്ടില്ലേന്ന്. ഇതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ വീട്ടിലെന്നും സൂപ്പിലായിരുന്നല്ലോ അല്ലെ കുളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പെട്ടെന്ന് അവർ ചമ്മുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട്, ഇത് നീയാണോ ഉണ്ടാക്കിയേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇടത്തി, ഞാൻ ഉണ്ടാക്കിയ ഡിഷ് ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഒരു പനീറിൻ്റെ ഡിഷ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പനീറിൻ്റെ ഡിഷ് കൊണ്ടുവരുമ്പോഴേക്കും ശ്രീകാന്ത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. സെർവ് ചെയ്യാൻ നേരത്ത് ശ്രുതിയും ഫോർക്കും നൈഫൊക്കെ ഉപയോഗിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ സച്ചിക്കും രേവതിക്കും അങ്ങനെ കഴിക്കാൻ അറിയത്തില്ല. സച്ചി ആദ്യം തന്നെ കൈ കൊണ്ട് എടുത്ത് കഴിക്കുവാണ്. രേവതി ഇങ്ങനെ ഫോർക്കും സ്പൂണൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പം, നൈഫും കൂടെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ശ്രുതിയെ തട്ടി കാണിച്ചിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നത്, നമുക്ക് എന്തിനാണ് കൈ തന്നിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ വെച്ച് കുത്തി കഴിക്കുന്നത്, കൈ കൊണ്ട് എടുത്ത് കഴിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് കഴിക്കുവാണ് കേട്ടോ രേവതിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരസ്പരം അടിയാവുകയാണ് കേട്ടോ. ഇവിടെ കൾച്ചറില്ലാത്ത ആൾക്കാർ വന്ന് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് സച്ചി ഓരോന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാം, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ എന്തെങ്കിലും പരസ്പരം സംസാരിച്ചിരുന്ന് കഴിക്കുക, അപ്പോൾ വഴക്കൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരിച്ചു തുടങ്ങാം, എനിക്കെന്തായാലും രേവതിയെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ലോ, നിങ്ങളെങ്ങനെയാണ് ലവ് മാരേജ് ആയിരുന്നോ, എങ്ങനെ നിങ്ങൾ പ്രേമിച്ചാണോ കെട്ടി അറേഞ്ച് ആയിരുന്നോ, എങ്ങനെയായിരുന്നു വിവാഹമൊക്കെ നടന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് സച്ചിയുള്ള സത്യങ്ങളെല്ലാം പറയുവാണ്. ശ്രുതിയായിട്ട് കല്യാണം ഉറപ്പിച്ചായിരുന്നെന്നും ശ്രുതി 50 ലക്ഷം അച്ഛൻ്റെ കൊണ്ട് മുങ്ങിയെന്നും അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ശ്രുതി ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതി പകച്ചിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ അപ്പം തന്നെ ശ്രുതി പറയുവാണ്, അപ്പം സഹതാപ കല്യാണമായിരുന്നല്ലേ നിങ്ങളുടേന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്കും സച്ചിക്കും വിഷമമാവുകയാണ് കേട്ടോ. പക്ഷെ അവർ മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് പറയണേ, അതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്നതല്ലേ, കല്യാണം ഉറപ്പിച്ച ചെറുക്കനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല, ഒളിച്ചോടി പോകുന്നു എന്നുള്ളതൊക്കെ കോമൺ ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയോട് ചേർന്ന് പറയുകയാണ്, നിനക്ക് സത്യമൊക്കെ മനസ്സിലായല്ലോ, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നതല്ല, എൻ്റെ അച്ഛനില്ലേ, അച്ഛൻ എന്ന് പറയുന്ന ആൾ എന്നെ ഈ ട്രാപ്പിൽ പെടുത്തിയതാ, കാശിൻ്റെ ഇത് കാണിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ശ്രുതിയോട് പറഞ്ഞോ അച്ഛൻ കാശ് തരുന്നു കഴിഞ്ഞാൽ രേവതിയെ കെട്ടാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അതെങ്ങനെയാണ്, ഇതുപോലെ കൾച്ചറില്ലാത്ത ബോധമില്ലാത്ത ആൾക്കാരൊക്കെ കയ്യിലാണ് കാശൊക്കെ ഉള്ളതെന്ന് പറയുവാണ്. എന്നിട്ട് അച്ഛനെ പറ്റി ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സച്ചി കേട്ടുകൊണ്ടിരുന്ന കുറേ നേരമായിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ആ പുള്ളിയാണ് എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തത് എന്നൊക്കെ വലിയ കാര്യമായിട്ട് വലിയ സ്റ്റൈലിലിരുന്ന് ശ്രുതി പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ശ്രുതി എല്ലാം ഇങ്ങനെ നേരെ അത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത്
പിന്നെയും പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇവനോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ മിണ്ടാതിരുന്ന് ഫുഡ് കഴിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും അച്ഛനെ കുറ്റം പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ശ്രുതിക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുവാണ്. ശ്രുതി അടി കൊണ്ടപ്പോഴേക്കും ശ്രുതിനെ പിടിച്ചുകൊണ്ട് ശ്രുതി ഒരു സൈഡിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചിനെ ശ്രീകാന്ത് രേവതിയും കൂടെ പിടിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നീ എൻ്റെ അച്ഛനെ പറ്റി ഇനി പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അടിക്കാൻ വേണ്ടി ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയോട് പറയുന്നുണ്ട് മാറി നിൽക്കുക ശ്രുതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ മുമ്പേ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, നിങ്ങൾക്ക് മാനേഴ്സില്ലേ, മാനേഴ്സ് എന്താ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ സച്ചിനോട്. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചവരാണ് നീ ഇവൻ അച്ഛനെ പറ്റി പറയുന്നൊന്നും കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാലും ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, ഇതെൻ്റെ ഹസ്ബൻഡാന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി പെട്ടെന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇതൊന്നും നിനക്ക് ഈ മാനസൊന്നും നിങ്ങൾക്ക് ബാധകമല്ലേ, എന്തൊക്കെയാണ് ശ്രുതി ഇപ്പോൾ അച്ഛനെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും താങ്ക് യു.